ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഫെബ്ക മലയാളം ഡിജിറ്റൽ ടെലിവിഷൻ യൂണിയന്റെ 2ാം വാർഷിക ആഘോഷം തിരുവനന്തപുരത്ത് നടത്തുകയുണ്ടായി. ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ടെക്നീഷ്യൻ സൈഡിലുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടകനായ ബി ഉണ്ണികൃഷ്ണന് ശാരീരികമായി സുഖമില്ലാത്തതിനാൽ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. എന്നാൽ ഓൺലൈനായി അദ്ദേഹം ഈ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം നടനും സംവിധായകനുമായ മധുപാൽ, പ്രേംകുമാർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, നിർമ്മാതാവും അഭിനേത്രിയുമായ സന്ധ്യ രാജേന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ഔപചാരികമായി ഈ ചടങ്ങ് ഈശ്വര പ്രാർത്ഥനയോടെ സമാരംഭിക്കുകയാണ്. കുമാരി ജസ്നി ജോണി. നമുക്കറിയാം എന്ത് കാര്യമുണ്ടെങ്കിലും ഓടി വരും, പക്ഷേ ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടറുടെ നിർദ്ദേശത്തിനെ തുടർന്നാണ് അദ്ദേഹം ഇവിടെ വരാത്തത്. പക്ഷേ അദ്ദേഹം തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഇവിടെ നമ്മുടെ അതിഥികളായിട്ട് പകരം നമുക്ക് എത്തി എന്ന് പറയല്ല, പ്രഗത്ഭരായ ഫെബ്കയുടെ നേതാക്കന്മാർ നമ്മുടെ ശ്രീമാൻ ബാദുഷയും ശ്രീമാൻ ഷിബു ജി സുശീലും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ആന്റിബയോട്ടിക്കുകളുടെ സഹായത്തോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരിക്കൽ കൂടി അവിടെ വരുവാൻ സാധിക്കാത്തതിലുള്ള സങ്കടം അറിയിക്കുന്നു. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏറെ ആഹ്ലാദത്തോടുകൂടി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരു സംഘടനയുടെ ബലം നിങ്ങൾക്കുണ്ട് എന്നുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. ആ ജോലി ഭാരമുള്ളതല്ല, ആനന്ദകരമാക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാവർക്കും എല്ലാ വിജയാശംസകളും. നന്ദി. സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേരെയും, കാര്യം നിങ്ങളാണ് ശരിക്കും ഈ ഒരു മേഖലയിലെ ഏറ്റവും വലിയ ഒരു സംഘടിതമായ ഒരു ശക്തിയായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മേഖലയിൽ ഒരുപാട് ക്രിയാത്മകമായി കൂടി ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ട്. അതിലേക്ക് കൂടി നമ്മുടെ സംഘടന തുടർന്ന് ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മുഴുവൻ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അവരുടെ മുഴുവൻ അവകാശ സംരക്ഷണത്തിനുമൊക്കെ ഈ സംഘടന പ്രവർത്തിക്കുമ്പോൾ അതിനോടൊപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഹൃദയപൂർവ്വം ചേർന്ന് നിൽക്കുന്നു എന്നുകൂടി അറിയിക്കുകയാണ്. കാരണം ഈ സംഘടന, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അവർ തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആശംസകളും ഞങ്ങൾക്ക് അറിയിക്കുന്നു. ഈ സംഘടന ഏറ്റവും ക്രിയാത്മകമായി, ഏറ്റവും ധീരമായി, ഏറ്റവും വളരെ ഈ സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും ഏറ്റവും നിറഞ്ഞ പിന്തുണയും അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന സജീവ സാന്നിധ്യവുമായി തുടരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിക്കും
എല്ലാ ആശംസകളും അഭിവാദ്യങ്ങളും അറിയിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പെൻഷൻ വാങ്ങിക്കുന്ന പ്രിയപ്പെട്ടവർ ഇതിനകത്ത് എല്ലാ വർഷവും ലൈവ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ എല്ലാ മാർച്ച് 31 മുമ്പും അവരുടെ ലൈവ് സർട്ടിഫിക്കറ്റ് പെൻഷൻ കിട്ടണമെങ്കിൽ അത് നിർബന്ധമാണ്. ആ പെൻഷന് ലൈവ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാവുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുക. ആസ് ഇറ്റ് ഈസ് ഏപ്രിൽ വരെ ഉള്ളത് കൊടുത്തിട്ട് മെയ് മാസത്തിൽ ജൂൺ മാസത്തിൽ കൊടുക്കും. ഏപ്രിൽ വരെയുള്ളത് കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. തീർച്ചയായും എല്ലാ ആളുകളും ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കണം. പിന്നെ വിജയേട്ടൻ പറഞ്ഞൊരു കാര്യം കൊണ്ടുണ്ടായിരുന്നു, പെൻഡിങ് മെമ്പേഴ്സ്, കോൺട്രിബ്യൂഷൻ അടക്കാത്ത കക്ഷികൾ പെൻഡിങ് ഉണ്ടായിട്ടെങ്കിൽ ആ പെൻഡിങ് അടച്ചുകൊണ്ട് അടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരെ ഇൻസ്റ്റേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളത് കൂടി ഉണ്ട്. അത് ആ സാധ്യതകൾ കൂടി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. ഇത് നമ്മളുടെ ഒരുമിച്ചുള്ള ഒരു സംഘടന തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിൽക്കാനുള്ളൊരു വേദിയാണ്. അത് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് ശ്രീജിത്ത് പല്ലേരിയെ കുറിച്ചാണ്. ശ്രീജിത്ത് ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ മാത്രമല്ല, എൻ്റെ സുഹൃത്ത് എന്ന രീതിയിൽ കൂടി ഞാൻ പറയുന്നു. അദ്ദേഹം ഈ സംഘടനയ്ക്ക് കിട്ടിയ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വലിയ അക്ഷരാർത്ഥത്തിൽ ഒരു സംഘടനയെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെന്ന് നല്ല ബോധ്യമുണ്ട്. കാരണം ഈ മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ 3 പ്രാവശ്യം എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. വരുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി കൂടി നിൽക്കണം. അത്രയും അടുപ്പവും സൗഹൃദവും സ്നേഹവുമുള്ള അദ്ദേഹത്തോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ട് നിലനിർത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാധ്യത ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ഒരുപാട് വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. അത് എല്ലാവർക്കും ഉപകാരപ്രദമാക്കുന്ന രീതിയിലാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ഈ സംഘടന അതിൻ്റെ അംഗങ്ങൾക്ക് ഏറ്റവും അധികം അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ, അവരുടെ ക്ഷേമത്തിനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ സഫലമാക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.